everyone, welcome back to my spoken English class. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സിമ്പിൾ സെൻറ്റൻസുകളാണ്. ഒരുപാട് പേർക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ് കേട്ടോ ആവശ്യമുള്ളത്. പക്ഷേ അത് ഞാനിപ്പം എൻ്റെതായിട്ടുള്ള സെൻറ്റൻസുകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുപോലെയുള്ള സെൻറ്റൻസുകൾ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മെത്തേഡും റൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗ്രാമർ അത്യാവശ്യം അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇംഗ്ലീഷിൽ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ കുറഞ്ഞ ഗ്രാമറൊക്കെ പഠിക്കണമെങ്കിൽ നമ്മുടെ ഈസി ഇംഗ്ലീഷ് ഗ്രാമർ എന്നുള്ള കൊച്ചു ചാനലൊന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ അതിലിപ്പോൾ കൺജക്ഷന് അതുപോലെ തന്നെ ഓക്സിലറീസ് ഒക്കെ വെച്ചുകൊണ്ട് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരും എന്നോട് പറയും ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകൾ പറയണേ, അത് വീഡിയോ ചെയ്യണേ എന്നുള്ളത്. അത് ഞാൻ പറയുന്ന സെൻറ്റൻസ് നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്കറിയാവുന്ന ഒരു സെൻറ്റൻസ് നിങ്ങളെപ്പോഴും കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ അല്ലെങ്കിൽ ഞാനൊരു സെൻറ്റൻസ് തരും, അത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക എന്നൊക്കെ അവസാനം നമ്മൾ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ തരാറുണ്ട് അല്ലേ. അതുപോലെ ഇന്നും ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. വീഡിയോ മുഴുവനായിട്ട് കാണുക. പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കണമെങ്കിൽ, അതായത് ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പുതിയൊരു ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ അതിൽ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ സെൻറ്റൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ്, നിനക്ക് നാളെ ഇങ്ങോട്ട് വരാൻ പറ്റുമോ, അല്ലെങ്കിൽ നിനക്ക് നാളെ ഇങ്ങോട്ട് വരാൻ കഴിയുമോ, അല്ലെങ്കിൽ നിനക്ക് നാളെ ഇങ്ങോട്ട് വരാമോ, ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. ഇതിന് വേണ്ടിയിട്ട് പറ്റുമോ കഴിയുമോ എന്നൊക്കെ പറയാൻ വേണ്ടി നമുക്കറിയാം ക്യാൻ യൂസ് ചെയ്താണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാറ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ചോദിക്കാനായിട്ട് പറ്റും? നീ നാളെ ഇങ്ങോട്ട് വരുമോ എന്ന് നമ്മൾ ചുമ്മാ ചോദിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് വില്ല് യൂസ് ചെയ്തും ചോദിക്കാം. എന്നാൽ നിനക്ക് നാളെ ഇങ്ങോട്ട് വരാൻ കഴിയുമോ അല്ലെങ്കിൽ പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിനക്കോ നിങ്ങൾക്കോ എന്ത് വേണമെങ്കിലും പറയാം. ഏത് പറഞ്ഞാലും സെൻറ്റൻസ് ഒന്നാണ്. ഏതാണ്? ക്യാൻ യു കം ഹിയർ ടുമോറോ? ക്യാൻ യു കം ഹിയർ ടുമോറോ? നിനക്ക് നാളെ ഇങ്ങോട്ട് വരാൻ കഴിയുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ ഇങ്ങോട്ട് വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ക്യാൻ യു കം ഹിയർ ടുമോറോ, ക്യാൻ യു കം ഹിയർ ടുമോറോ. നീ നാളെ ഇങ്ങോട്ട് വരുമോ, നീ നാളെ ഇങ്ങോട്ട് വരുമോ എന്ന് നമ്മൾ സിമ്പിളായിട്ട് ചോദിക്കുകയാണെങ്കിൽ അവിടെയും വേണമെങ്കിൽ നമുക്ക് ക്യാൻ യൂസ് ചെയ്ത് ചോദിക്കാം. അല്ലെങ്കിൽ സിമ്പിളായിട്ട് ചോദിക്കണമെങ്കിൽ അവിടെ നമുക്ക് വില്ല് യൂസ് ചെയ്തും ചോദിക്കാനായിട്ട് പറ്റും. എങ്ങനെ ചോദിക്കും? വിൽ യു കം ഹിയർ ടുമോറോ, വിൽ യു കം ഹിയർ ടുമോറോ എന്ന് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. ഒരുപാട് പേർക്ക് കൺഫ്യൂഷനാണ് ഇവിടെ വില്ലാണോ ക്യാൻ ആണോ യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പം നിനക്ക് പറ്റുമോ കഴിയുമോ എന്നൊക്കെ നമ്മൾ ഒന്ന് റിക്വസ്റ്റ് രൂപത്തിൽ ചോദിക്കണമെങ്കിൽ അവിടെ നമുക്ക് ക്യാൻ തന്നെ യൂസ് ചെയ്യാം. അതല്ല ചുമ്മാ നീ നാളെ ഇങ്ങോട്ട് വരുമോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ വില്ല് യൂസ് ചെയ്യാം. ഇനി വില്ല് യൂസ് ചെയ്താലും ക്യാൻ യൂസ് ചെയ്താലും സെൻറ്റൻസ് ക്ലിയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ ആൻസർ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ നാളെ അങ്ങോട്ട് വരില്ല, ഞാൻ നാളെ അങ്ങോട്ട് വരില്ല എന്ന് പറയുകയാണെങ്കിലോ വരില്ല, വരും എന്ന് പറയാൻ വേണ്ടിയിട്ട് വില്ല് യൂസ് ചെയ്യും. വരില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് വോണ്ട് യൂസ് ചെയ്യും. അപ്പം ഞാൻ നാളെ അങ്ങോട്ട് വരില്ല, ഐ വോണ്ട് കം ദർ ടുമോറോ അല്ലേ. അങ്ങോട്ട് എന്ന് പറയുമ്പോൾ ദർ ആണല്ലോ. അപ്പോൾ ഐ വോണ്ട് കം ദർ ടുമോറോ, ഐ വോണ്ട് കം ദർ ടുമോറോ, ഞാൻ നാളെ അങ്ങോട്ട് വരില്ല. ഒരു സെന്റൻസ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം കേട്ടോ. ഐ എം നോട്ട് കമ്മിങ് ദർ ടുമോറോ എന്ന് പറയാം. ഐ എം നോട്ട് കമ്മിങ് ദർ ടുമോറോ അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്നൊരു തീരുമാനം എടുത്ത് അത് നാളത്തേതാണെങ്കിൽ പോലും നമുക്കവിടെ ഐ എം നോട്ട് അല്ലെങ്കിൽ ഈസിൻറ്റ് എന്നൊക്കെ യൂസ് ചെയ്ത് പറയാം, ഈസറാം യൂസ് ചെയ്ത് പറയാം എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം ഞാൻ നാളെ വരും എന്ന് നമ്മൾ പറയുന്നത് ഇന്നാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഐ എം കമ്മിങ് ടുമോറോ, ഐ എം കമ്മിങ് ടുമോറോ എന്ന് പറയാം. ഞാൻ നാളെ അങ്ങോട്ട് വരുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഞാൻ നാളെ അങ്ങോട്ട് വരില്ല എന്ന് പറയുകയാണെങ്കിൽ ഐ വോണ്ട് കം ദർ ടുമോറോ എന്ന് പറയാം. അല്ലെങ്കിൽ ഐ എം നോട്ട് കമ്മിങ് ദർ ടുമോറോ. ഇവിടെ
ആം വരുന്ന സമയത്ത് നമ്മുടെ വെർബ് ING ഫോമിലായിരിക്കും എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നാളത്തെ കാര്യമായതുകൊണ്ട് തന്നെ അവിടെ ഈസാറാം യൂസ് ചെയ്യാമോ എന്നുള്ള കൺഫ്യൂഷൻ വേണ്ട. നമുക്ക് ഇന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ നാളെ വരും എന്നുള്ള ഉറപ്പ് പറയുമ്പോൾ നമുക്കവിടെ വില്ല് യൂസ് ചെയ്ത് പറയുന്നതായിരിക്കും ബെറ്റർ. അതല്ല ഞാൻ നാളെ അങ്ങോട്ട് വരുന്നുണ്ട് എന്നൊക്കെ നമ്മളൊരു ഇതിൽ പറയുകയാണെങ്കിൽ നമുക്കവിടെ ആം യൂസ് ചെയ്യാം. ഇംഗ്ലീഷിൽ പല ലോജിക്കുകൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ്, ഞാൻ നാളെ അങ്ങോട്ട് വരണമെന്ന് കരുതിയിരുന്നു, അല്ലെങ്കിൽ ഞാൻ നാളെ അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിരുന്നു. ഇങ്ങനെ നമ്മൾ പറയാറുണ്ട് അല്ലേ. ഞാൻ നാളെ അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിരുന്നു, അല്ലെങ്കിൽ ഞാൻ നാളെ അങ്ങോട്ട് വരണമെന്ന് കരുതിയിരുന്നു. എങ്ങനെ പറയും? കരുതിയിരുന്നു പാസ്റ്റ് ആണ്. കരുതിയിരുന്നു, ഞാൻ നാളെ അങ്ങോട്ട് വരണം എന്നിപ്പം നേരത്തെ ആം എന്ന് പറഞ്ഞത് പോലെ തന്നെ ഞാൻ നാളെ അങ്ങോട്ട് വരണമെന്ന് കരുതിയിരുന്നു എന്ന് നമ്മൾ ഇന്ന് പറയാണ്. അവിടെ പാസ്റ്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. I thought I would come there tomorrow. I thought ഞാൻ കരുതിയിരുന്നു, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചിരുന്നു. I would come വരണമെന്ന്. അപ്പം I thought I would come there tomorrow. ഞാൻ നാളെ അങ്ങോട്ട് വരണമെന്ന് കരുതിയിരുന്നു. ഓക്കെ, നെക്സ്റ്റ്, എനിക്ക് നാളെ അങ്ങോട്ട് വരാൻ കഴിയില്ല. എനിക്ക് നാളെ അങ്ങോട്ട് വരാൻ കഴിയില്ല. സിമ്പിൾ ആയിട്ട് പറയല്ലേ. I can't, എനിക്ക് കഴിയില്ല. I can't come there tomorrow. I can't എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I cannot come there tomorrow. എനിക്ക് നാളെ അങ്ങോട്ട് വരാൻ കഴിയില്ല. നെക്സ്റ്റ്, ചിലപ്പോൾ ഞാൻ നാളെ അങ്ങോട്ട് വരും. ചിലപ്പോൾ ഞാൻ നാളെ അങ്ങോട്ട് വരും. ഇതെങ്ങനെ പറയാം? ചിലപ്പോൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് മേ ബി എന്ന് യൂസ് ചെയ്യാം അല്ലേ. മേ ബി ഐ വിൽ കം ദർ ടുമോറോ. മേ ബി ഐ വിൽ കം ദർ ടുമോറോ. ചിലപ്പോൾ ഞാൻ നാളെ അങ്ങോട്ട് വരും. സിമ്പിൾ ആണല്ലേ. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനോ ഒരു ബുദ്ധിമുട്ടോ ഇല്ല കേട്ടോ. ഇപ്പോൾ ഒന്നും അറിയാത്ത ആളുകൾ തന്നെയാണ് നമ്മളെ ക്ലാസ്സിൽ കാണുന്നതും ഓരോ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നതും ഒക്കെ. അപ്പം ലൈവിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾക്കാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ്, എൻ്റെ കൂടെ വരാൻ ആരുമില്ലാത്തത് കൊണ്ട് ഞാൻ നാളെ അങ്ങോട്ട് വരില്ല. കുറച്ച് വലിയ സെൻറ്റൻസ് ആണ്. I won't come there tomorrow because. എന്താണ് ബിക്കോസ്? കാരണം എന്താണ്? ആരുമില്ല എൻ്റെ കൂടെ വരാൻ അല്ലേ. അപ്പം അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്താ യൂസ് ചെയ്യുക? ആരുമില്ല. No one is there to accompany me. ഈ അക്കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിത്ത് എന്ന് പറയുന്നതിൻ്റെ മീനിങ് ആണ് വരുന്നത് കേട്ടോ. കൂടെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അക്കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വിത്ത് മീ എന്ന് പറയുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളത് എന്താണ്? അക്കമ്പനി എന്ന് തന്നെയാണ്. ക്ലിയർ ആയ? അപ്പം അക്കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ എന്നുള്ള ഒരു മീനിങ് തന്നെയാണ് വരുന്നത്. അപ്പം എൻ്റെ കൂടെ ആരും വരാനില്ലാത്തത് കൊണ്ട് ഞാൻ നാളെ വരില്ല. I won't come there tomorrow because no one there to accompany me. With me എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പം there to with me എന്ന് പറയുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളത് there to accompany me എന്നാണ്. നെക്സ്റ്റ്, ഞങ്ങൾ എല്ലാവരും കൂടി നാളെ വരാം. ഞങ്ങൾ എല്ലാവരും കൂടി നാളെ വരാം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. എങ്ങനെ പറയാം? ഞങ്ങൾ എല്ലാവരും കൂടി വരാം എന്നാണ്. സോ we all can come together tomorrow. We all can come together tomorrow എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നാളെ എല്ലാവരും ഒരുമിച്ച് നാളെ വരാം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ we all ഞങ്ങൾ എല്ലാവരും can come വരാം, together tomorrow നാളെ ഒരുമിച്ച് വരാം. ഓക്കെ, നാളെ ഞങ്ങൾ വരില്ല, ഇന്ന് വരാം എന്ന് പറയാറുണ്ടല്ലോ. നാളെ ഞങ്ങൾ വരില്ല, ഇന്ന് വരാം എന്നെങ്ങനെ പറയാം? we won't come tomorrow. we won't come tomorrow നാളെ ഞങ്ങൾ വരില്ല. we will come today ഞങ്ങൾ ഇന്ന് വരാം. അപ്പം we won't come tomorrow, we will come today ഞങ്ങൾ നാളെ വരില്ല, ഇന്ന് വരാം. ഇങ്ങനെയും നമ്മൾ പറയാറുണ്ട് അല്ലേ. നെക്സ്റ്റ്, നമ്മളിപ്പോൾ ഒരു മാമ്പഴം കണ്ടു, മക്കൾ കഴിക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ ചോദിക്കാറുണ്ട്, നീ ആ മാങ്ങ കഴുകാതെയാണോ കഴിച്ചത്? നീ ആ മാങ്ങ കഴുകാതെയാണോ കഴിച്ചത്? ഫാസ്റ്റ് ആണ്. എങ്ങനെ ചോദിക്കുക? ഡിഡ് യു ഈറ്റ് ദാറ്റ് മാംഗോ? നീ ആ മാങ്ങ കഴിച്ചോ അല്ലെങ്കിൽ കഴിച്ചത്? വിത്തൗട്ട് വാഷിങ് ഇറ്റ്, കഴുകാതെയാണോ അല്ലേ, കഴുകാതെയാണോ, അതിനാണ് അവിടെ നമ്മൾ വിത്തൗട്ട് എന്ന് യൂസ് ചെയ്തത്. ഡിഡ് യു ഈറ്റ് ദാറ്റ് മാംഗോ വിത്തൗട്ട് വാഷിങ് ഇറ്റ്? നീ ആ മാങ്ങ കഴുകാതെയാണോ കഴിച്ചത്? ഓക്കെ, നെക്സ്റ്റ്, ഞാൻ മാങ്ങ കഴിച്ചിട്ടില്ല.
എന്നെങ്ങനെ പറയാം? സിമ്പിൾ ആണ്, നമുക്ക് പറയാം അല്ലെ. ഞാൻ മാങ്ങ കഴിച്ചിട്ടില്ല. രണ്ട് രീതിക്ക് നമുക്ക് ഇത് പറയാനായിട്ട് പറ്റും. ഐ ഹാവൻറ്റ് ഈറ്റൻ ദ മാംഗോ. ഐ ഹാവൻറ്റ് ഈറ്റൻ ദ മാംഗോ. ഞാൻ മാങ്ങ കഴിച്ചിട്ടില്ല. ഓൺ ദ സ്പോട്ടിൽ പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ ഹാവൻറ്റ് യൂസ് ചെയ്ത് പറയാം. ഇനി നമുക്ക് ഡിഡിന് യൂസ് ചെയ്ത് എങ്ങനെ പറയാം? ഐ ഡിഡിൻ eat the mango. I didn't eat the mango. എപ്പോഴും ഇതുപോലുള്ള സെന്റൻസുകൾ നമുക്ക് ഡിഡും ഹാവും യൂസ് ചെയ്ത് പറയാനായിട്ട് പറ്റും കേട്ടോ. പക്ഷേ അത് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ നമുക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും പറയാം. പക്ഷേ നമ്മൾ ഓൺ ദ സ്പോട്ടിൽ ചോദിക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ ഹാവാസ് യൂസ് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ നെഗറ്റീവിൽ പറയാം ഒക്കെ ചെയ്യാം. കുറച്ച് സമയം കഴിഞ്ഞ കാര്യങ്ങളാണെങ്കിൽ നമ്മളോട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഡിഡ് യൂസ് ചെയ്ത് പറയണം എന്ന് എപ്പോഴും ഞാനും പറഞ്ഞു തരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഐ ഡിഡിൻ ഈറ്റ് ദ മാംഗോ. ഞാൻ മാങ്ങ കഴിച്ചില്ല. ഐ ഹാവിൻറ്റ് ഈറ്റൻ ദ മാംഗോ. ഞാൻ മാങ്ങ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇത് രണ്ടും പറയുമ്പോൾ ഡിഡ് യൂസ് ചെയ്യുമ്പോൾ ബേസ് ഫോം ആണ് വെർബ് വരിക. ഹാവ് യൂസ് ചെയ്യുമ്പോൾ V3 ഫോം ആണ് വരിക. ഓക്കെ, നെക്സ്റ്റ്, മാങ്ങ എവിടെയാ വെച്ചത് എന്നെങ്ങനെയാ ചോദിക്കുക? മാങ്ങ എവിടെയാ വെച്ചത്? സിമ്പിൾ ആണല്ലേ. വേർ ഡു യു കീപ് ദ മാംഗോ. മാംഗോ എവിടെയാണ് വെച്ചത്? ഇവിടെ കീപ്പ് യൂസ് ചെയ്യാം, പുട്ട് യൂസ് ചെയ്യാം. അതിന്റെ വ്യത്യാസം എന്താണെന്ന് അറിയോ? കീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിച്ച് വെച്ചത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കീപ്പ് യൂസ്. ഒരു മാംഗോ ഒക്കെ ആണെങ്കിൽ നമ്മൾ നല്ല സൂക്ഷിച്ച് തന്നെയാണ് വെക്കുക അല്ലെ, കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കും. അവിടെ നമുക്ക് കീപ്പ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അവിടെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാകും. ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് പുട്ട് യൂസ് ചെയ്യാം. അപ്പോൾ വേർ ഡു യു കീപ് ദ മാംഗോ. എവിടെയാ മാങ്ങ വെച്ചത്? ഓക്കെ, നീ കുറച്ചു മുമ്പ് മാങ്ങ കഴിച്ചില്ലേ. നീ കുറച്ചു മുമ്പ് മാങ്ങ കഴിച്ചില്ലേ എന്നെങ്ങനെ ചോദിക്കുക? നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ ചോദിക്കും? നീ കുറച്ചു മുമ്പ് മാങ്ങ കഴിച്ചില്ലേ എന്നാണ്. അപ്പം Didn't you eat the mango a while ago? നീ കുറച്ചു മുമ്പ് മാങ്ങ കഴിച്ചില്ലേ? അപ്പോൾ ഇത്രയും സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി നിങ്ങൾക്കുള്ളൊരു സെന്റൻസ് തരാം. അവൾ കുറച്ചു മുമ്പ് പോയി. അപ്പം ഈ കുറച്ചു മുമ്പ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എ while ago എന്ന് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ. അവൾ കുറച്ചു മുമ്പ് പോയി. അവൾ പോയി നമുക്കറിയാം, കുറച്ച് മുമ്പ്. അപ്പോൾ അതെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമർ ക്ലാസ് കാണണമെങ്കിൽ ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഗ്രാമർ പഠിച്ച് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും, സംസാരിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സിമ്പിൾ ക്ലാസ്സാണ് ആ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത്. വേണ്ടുന്നവർക്കൊക്കെ അതിൽ പോയി കാണാം കേട്ടോ. അപ്പോൾ വീഡിയോൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ഈ ഒരു സെൻറ്റൻസ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൺ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.